ഈ വെളിച്ചത്തിൽ ഗ്രാമം പതുക്കെ ഉണരുമ്പോൾ നനവാർന്ന പാതയിലൂടെ ഒരു സൈക്കിൾ പതിവ് പോലെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ആ സൈക്കിളിന്റെ പിന്നിൽ കെട്ടിയിട്ട പാൽക്കുടങ്ങൾ ചെറുതായി ആടുന്ന ശബ്ദം മാത്രമാണ് ആ നിശബ്ദതയിൽ കേൾക്കുന്നത്. അത് മീരയായിരുന്നു. അവളുടെ ജീവിതം ഈ ചെറിയ യാത്രകളിൽ ഒതുങ്ങിയതാണ്. അച്ഛൻ ഇല്ലാതായതിനു ശേഷം അമ്മയുടെ മരുന്നും വീട്ടുചെലവും എല്ലാം അവളുടെ തോളിലായി. പലപ്പോഴും അവൾ തളർന്നു പോകുമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഓരോ പ്രഭാതത്തിലും അവൾ ഉന്മേഷത്തോടെ എഴുന്നേൽക്കും. കാരണം അവൾക്ക് തളർന്നിരിക്കാൻ പറ്റില്ല. അവൾ തളർന്നാൽ ആ വീട്ടിൽ ഭക്ഷണം പോലും നിലച്ചു പോകും. അവളുടെ അമ്മയുടെ മരുന്ന് മുടങ്ങും. അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും വിശ്രമിച്ചില്ല. ആരെങ്കിലും സഹായം നൽകാൻ ശ്രമിച്ചാൽ പോലും അവൾ പുഞ്ചിരിയോടെ നിരസിക്കും. കഷ്ടപ്പെട്ട് കിട്ടുന്നതെന്താണോ അത് മതി എനിക്ക് എന്ന വാക്കുകൾ അവൾക്ക് ഒരു അഭിമാനമായിരുന്നു. ആ അഭിമാനമാണ് അവളുടെ ശക്തിയും. എന്നാൽ ആ ശക്തിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയം ആരും കണ്ടിരുന്നില്ല. ഒരു ദിവസം താൻ വീണുപോയാൽ എന്താകും എന്ന ഭയം. ഒരു ദിവസം ഈ പോരാട്ടം താങ്ങാനാവാതെ വന്നാൽ എന്താകും എന്ന ചിന്ത. എങ്കിലും അവൾക്ക് ഒരു വിശ്വാസമുണ്ട്. ജീവിതം എപ്പോഴും ഇതുപോലെ പോകില്ല. എന്തെങ്കിലും ഒരിക്കൽ മാറ്റം വരും. പക്ഷേ ആ മാറ്റം മറ്റുള്ളവർ തരുന്ന പണം കൊണ്ടാവരുത്, സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കണം. ആ വിശ്വാസത്തോടെ അവൾ ഓരോ വീട്ടിലും പാല് കൊടുത്ത് മടങ്ങുകയായിരുന്നു. അന്നേ ദിവസം എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. പക്ഷേ അവളുടെ ജീവിതം മുഴുവൻ മാറ്റാൻ പോകുന്ന ഒരു നിമിഷം അവളെ കാത്തിരിക്കുകയായിരുന്നു. വഴിയരികിൽ ഒരു കാറ് നിർത്തിയിരുന്നു. ഗ്രാമത്തിൽ അപൂർവമായി മാത്രം കാണുന്ന വിലയേറിയ ഒരു കാർ. മീര അതിനെ അവഗണിച്ച് പോകാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ മുന്നിലേക്ക് ഒരാൾ ഇറങ്ങി വന്നു. സ്യൂട്ട് ധരിച്ച ഒരു യുവാവ്. അവന്റെ കണ്ണുകൾ നേരെ അവളെ നോക്കി. ആ നോട്ടത്തിൽ ഒരു ലക്ഷ്യമുള്ളതുപോലെ. ഒരു നിമിഷം എന്ന് അവൻ പറഞ്ഞു. മീര ഒന്ന് നിന്നു. ഭയം അവളുടെ ഉള്ളിൽ അല്പം ഉയർന്നുകൊണ്ടിരുന്നു. പക്ഷെ അവൾ പുറത്തേക്ക് അത് കാണിച്ചില്ല. എന്തിനാ എന്നെ തടയുന്നത്? അവൾ ചോദിച്ചു. അവൾക്കറിയാം, ഇത്തരത്തിലുള്ള ആളുകൾ സൗജന്യമായി ഒന്നും നൽകാറില്ല. യുവാവ് ഒന്ന് ചിരിച്ചു. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. നിനക്കൊരു അവസരം നൽകാനാണ് എന്ന് അവൻ പറഞ്ഞു. മീരയുടെ കൺപോളുകൾ ചുളിഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. അവൻ അവളുടെ മുന്നിൽ ഒരു ബ്രീഫ് കേസ് തുറന്നു വെച്ചു. അതിനുള്ളിൽ നിറഞ്ഞു കിടക്കുന്ന പണം കണ്ടപ്പോൾ അവളുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. അവൾ ഇത്രയും പണം ഒരുമിച്ച് അതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അതിന്റെ അടുത്ത നിമിഷം തന്നെ അവളുടെ മുഖം മാറി. ഇതെനിക്ക് വേണ്ട, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ പേടിയില്ലായിരുന്നു, ഒരു ഉറച്ച നീരസം മാത്രം. യുവാവ് ഒന്ന് ഞെട്ടി. നിനക്ക് പണം വേണ്ടേ? അവൻ ചോദിച്ചു. മീര അവന്റെ കണ്ണുകളിൽ നേരെ നോക്കി. ഇത് ഞാൻ അധ്വാനിച്ച് നേടിയതല്ല, അതുകൊണ്ട് എനിക്കിത് വേണ്ട, അവൾ പറഞ്ഞു. ആ വാക്കുകൾക്ക് പിന്നിൽ അവളുടെ മുഴുവൻ ജീവിതവും ഒളിഞ്ഞിരുന്നു. അവൾ തിരിഞ്ഞു പോകാൻ ശ്രമിച്ചു. പക്ഷെ അവൻ വീണ്ടും വിളിച്ചു. നിന്റെ ജീവിതം മാറണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? മീര വീണ്ടും ഒന്ന് നിന്നു. ഒരു നിമിഷം അവൾക്ക് ഉള്ളിൽ എന്തൊക്കെയോ ആകുലതകൾ നിറഞ്ഞു. അവളുടെ അമ്മയുടെ മുഖം, അവളുടെ വീടിന്റെ അവസ്ഥ, അവളുടെ പോരാട്ടം എല്ലാം ഒരുമിച്ച് മനസ്സിൽ തെളിഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം കണ്ണുകൾ അടച്ചു. പിന്നെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. എനിക്ക് മാറ്റം വേണം, പക്ഷെ അത് ഞാൻ തന്നെ ഉണ്ടാക്കും, അവൾ പറഞ്ഞു. ആ വാക്കുകൾ അവളുടെ ഉള്ളിലെ സത്യമായിരുന്നു. അവൾ സൈക്കിൾ എടുത്ത് മുന്നോട്ടു പോയി, പിന്നോട്ട് നോക്കാതെ. മീര പോയ ശേഷം ആ യുവാവ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവൻ കണ്ടത് ഒരു സാധാരണ പെൺകുട്ടിയെയല്ല, പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരു മനസ്സാണ് അവളുടേത്. അവൻ ഇതുവരെ കണ്ടവരിൽ നിന്ന് വ്യത്യസ്തയായ ഒരുവൾ. അവന്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി തെളിഞ്ഞു. ഇവളാണ് എന്നൊരു ചിന്ത അവന്റെ ഉള്ളിൽ ഉറപ്പായി. അവൻ ബ്രീഫ് കേസ് അടച്ചുവെച്ചു. പക്ഷേ അവന്റെ മനസ്സ് അപ്പോൾ ആ പണത്തിലായിരുന്നില്ല, മീരയുടെ വാക്കുകളിലായിരുന്നു. ഇത് ഞാൻ അധ്വാനിച്ച് നേടിയതല്ല എന്ന വാക്കുകൾ അവന്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. അവൻ തന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇതുവരെ അവൻ നേടിയതെല്ലാം വളരെ എളുപ്പത്തിലായിരുന്നു, പണം, അധികാരം, എല്ലാം. പക്ഷേ ഒരിക്കലും ഇത്തരമൊരു നിരസനം അവൻ നേരിട്ടിട്ടില്ല. അവൻ ആ ഗ്രാമത്തിലേക്ക് വന്നത് ഒരു കാരണം കൊണ്ടാണ്, വിശ്വാസം കണ്ടെത്താൻ, സത്യസന്ധത കണ്ടെത്താൻ. പക്ഷേ ഇപ്പോൾ അവൻ കണ്ടെത്തിയത് അതിനേക്കാൾ വലിയ ഒന്നായിരുന്നു, ആത്മാഭിമാനം. അവൻ കാറിൽ കയറുമ്പോൾ പോലും അവന്റെ കണ്ണുകൾ ആ വഴിയിലേക്ക് നോക്കുകയായിരുന്നു, മീര പോയ വഴിയിലേക്ക്. അവന്റെ ഉള്ളിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷെ ഞാൻ വീണ്ടും വരും. ഇനി പണം കൊണ്ടായിരിക്കില്ല, മറ്റൊരു രീതിയിൽ. അതേസമയം മീര വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അവളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. അവൾ പുറത്ത് കാണിച്ചതുപോലെ അത്ര ശക്തമായിരുന്നില്ല അവളുടെ ഹൃദയം. ഒരു നിമിഷം അവൾക്ക് സംശയം തോന്നി, ഞാൻ ശരിയായ തീരുമാനമാണോ എടുത്തത്? പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൾ തിരിച്ചറിഞ്ഞു, അതെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അവൾ തന്റെ മനസ്സ് ഉറപ്പിച്ചു.
അമ്മയുടെ മുന്നിൽ എത്തിയപ്പോൾ അവൾ സാധാരണ പോലെ പുഞ്ചിരിച്ചു. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ. പക്ഷേ അവളുടെ ഉള്ളിൽ ആ സംഭവം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. ആ പണം, ആ യുവാവിന്റെ കണ്ണുകൾ, അവന്റെ വാക്കുകൾ എല്ലാം. അവൾ ഉറങ്ങാൻ ശ്രമിച്ചപ്പോൾ പോലും അവൾക്ക് മനസമാധാനം കിട്ടിയില്ല. എന്നാൽ അവൾക്ക് ഒരു കാര്യം മാത്രം ഉറപ്പായിരുന്നു. അവൾ തന്റെ വഴിയിൽ നിന്ന് മാറില്ല, എന്തു വന്നാലും. അവൾക്ക് അറിയില്ലായിരുന്നു ആ തീരുമാനം തന്നെയാണ് അവളുടെ ജീവിതത്തെ ഒരു പുതിയ വഴിയിലേക്ക് തിരിക്കാൻ പോകുന്നത് എന്ന്. അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം നിശബ്ദമായി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ മീര വീണ്ടും തന്റെ പതിവ് ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോയെങ്കിലും അവളുടെ ഉള്ളിൽ തലേന്ന് നടന്ന സംഭവം മായുന്നില്ലായിരുന്നു. സൈക്കിൾ ചവിട്ടുമ്പോഴും ഓരോ വീട്ടിലും പാല് കൊടുക്കുമ്പോഴും അവളുടെ മനസ്സിൽ ആ ഒരേ ഒരു ചോദ്യം മാത്രം വീണ്ടും വീണ്ടും ഉയർന്നു. അവൻ എന്തിനാണ് വന്നത്? അവൾ പലതവണ സ്വയം ശാന്തമാക്കാൻ ശ്രമിച്ചു, അത് മറക്കണം. പക്ഷേ മനസ്സ് അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവൾ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അമ്മയുടെ മരുന്ന് കൊടുക്കുകയും സാധാരണ പോലെ പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അമ്മയ്ക്ക് അവളുടെ പെരുമാറ്റത്തിൽ എന്തോ വ്യത്യാസം തോന്നി. എന്താ മോളെ, നീ എന്താ ചിന്തിക്കുന്നത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ മീര ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ പുഞ്ചിരിച്ചു. ഒന്നുമില്ലമ്മേ എന്ന് പറഞ്ഞു. പക്ഷെ ആ പുഞ്ചിരിയുടെ പിന്നിൽ അവളുടെ ആശങ്ക മറഞ്ഞില്ല. അന്നുച്ചയ്ക്ക് മീര വീണ്ടും പുറത്തേക്ക് പോയപ്പോൾ അവൾ പ്രതീക്ഷിക്കാതെ ആ കാറ് വീണ്ടും അതേ വഴിയരികിൽ കണ്ടു. അവളുടെ കാലുകൾ സ്വയം നിന്നു. അവൾക്ക് മുന്നോട്ട് പോകണമോ തിരിഞ്ഞു പോകണമോ എന്ന് മനസ്സിലായില്ല. പക്ഷെ ഇത്തവണ അവൾ പേടിച്ചില്ല. മറിച്ച് അവളുടെ ഉള്ളിൽ ഒരു ഉറച്ച ചോദ്യമുണ്ടായിരുന്നു. അവൻ കാറിൽ നിന്നിറങ്ങി. ഇത്തവണ അവന്റെ മുഖത്ത് തലേന്ന് കണ്ട ആത്മവിശ്വാസമില്ലായിരുന്നു. അല്പം നിശബ്ദതയും പ്രതീക്ഷയും മാത്രം. നിന്നോട് എനിക്കൊന്ന് സംസാരിക്കണം, അവൻ പറഞ്ഞു. മീര അവനെ നോക്കി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അവൾ നേരെ ചോദിച്ചു. അവൻ ഒരു നിമിഷം ചിന്തിച്ചു. നിന്നെ മനസ്സിലാക്കണം എന്നായിരുന്നു അവന്റെ മറുപടി. ആ വാക്കുകൾ കേട്ടപ്പോൾ മീര അമ്പരന്നു. എന്നെയോ? അവൾ ചോദിച്ചു. അതെ, നിന്നെ പോലെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അവൻ പറഞ്ഞു. മീരയുടെ കണ്ണുകളിൽ ചെറിയൊരു അസ്വസ്ഥത തെളിഞ്ഞു. എന്നെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാനൊരു സാധാരണ പെൺകുട്ടിയാണ്, അവൾ പറഞ്ഞു. അവൻ തലയാട്ടി. അല്ല, നീ സാധാരണ പെൺകുട്ടിയല്ല. അവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. മീരയ്ക്ക് അതത്ര ഇഷ്ടമായില്ല. എനിക്കിങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് അവൾ പോകാൻ ശ്രമിച്ചു. അവൻ അവളെ തടഞ്ഞില്ല. ഞാൻ നാളെ വീണ്ടും വരും എന്ന് മാത്രം പറഞ്ഞു. മീര പിന്നോട്ട് നോക്കാതെ പോയെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു പുതിയ ആശങ്ക ആരംഭിച്ചിരുന്നു. അടുത്ത ദിവസങ്ങൾ ഒരു വിചിത്രമായ മാറ്റം കൊണ്ടുവന്നു. അവൻ ദിവസവും അതേ സമയത്ത് അവിടെ വരാൻ തുടങ്ങി. പക്ഷെ അവൻ പണത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. മീര അവനെ ഒഴിവാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഓരോ ദിവസവും അവന്റെ സാന്നിധ്യം അവളുടെ ജീവിതത്തിന്റെ ഭാഗമാവാൻ തുടങ്ങി. ഒരു ദിവസം അവൾ പാൽ വിതരണം ചെയ്ത് മടങ്ങുമ്പോൾ അവൻ വഴിയരികിൽ ഇരുന്ന് ഒരു ചെറുപ്പക്കാരനോടൊപ്പം സംസാരിക്കുന്നത് കണ്ടു. ആ കുട്ടിക്ക് അവൻ എന്തോ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. മീര അത് നോക്കി നിൽക്കുകയായിരുന്നു. അവൾ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് അഭിനയമാവാം, അവൾ മനസ്സിൽ പറഞ്ഞു. പക്ഷെ അടുത്ത ദിവസവും അതിനു ശേഷമുള്ള ദിവസങ്ങളിലും അവൻ അതേപോലെ തന്നെ പെരുമാറുന്നത് അവൾ ശ്രദ്ധിച്ചു. ആരും കാണാതെ സഹായിക്കുന്നത്, ആരും ശ്രദ്ധിക്കാത്തപ്പോൾ പോലും നല്ലത് ചെയ്യുന്നത്. അത് മീരയെ കുഴയ്ക്കാൻ തുടങ്ങി. അവൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന ചോദ്യം അവളുടെ ഉള്ളിൽ വളർന്നു. ഒരു ദിവസം അവൾക്കത് സഹിക്കാനായില്ല. അവൾ നേരെ അവന്റെ മുന്നിൽ ചെന്ന് നിന്നു. നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത്? അവൾ ചോദിച്ചു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയുന്നില്ല, അവൻ പറഞ്ഞു. ആ മറുപടി മീരയെ നിശബ്ദയാക്കി. അവൾക്ക് അത് മനസ്സിലായില്ല. അതിനർത്ഥം എന്താണ്? അവൾ ചോദിച്ചു. അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. നീ എന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നിന്നെ എന്നും വന്ന് കാണണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ കത്തിക്കൊണ്ടിരുന്നു. അവൾ ഉടൻ തന്നെ മുഖം തിരിച്ചു. എനിക്ക് ആരെയും മാറ്റാൻ സമയമില്ല, എനിക്ക് എന്റെ ജീവിതം നോക്കണം. പക്ഷേ അവളുടെ ശബ്ദം പഴയതുപോലെ ഉറച്ചതല്ലായിരുന്നു. അവനത് ശ്രദ്ധിച്ചു. ഒരു നിമിഷം ഇരുവരും മിണ്ടാതിരുന്നു. ആ നിശബ്ദതയിൽ തന്നെ എന്തോ പറയാതെ പോയ വികാരങ്ങൾ ഉണ്ടായിരുന്നു. മീര വീണ്ടും സൈക്കിളിൽ കയറിപ്പോയി. പക്ഷെ ഇത്തവണ അവൾക്ക് മനസ്സിലായി, ഇത് ഒരു സാധാരണ സംഭവം മാത്രമല്ല. അവളുടെ ജീവിതത്തിലേക്ക് ആ യുവാവ് കടന്നു വന്നിരിക്കുന്നു. അവൾക്ക് അത് ഇഷ്ടമാണോ അല്ലയോ എന്നുപോലും അവൾക്കറിയില്ലായിരുന്നു. അവൻ ആരാണെന്നോ എന്തിനു വന്നെന്നോ അവൾക്കറിയില്ല. അവൾ ഇതുവരെ അതൊന്നും അറിയാൻ ശ്രമിച്ചതുമില്ല. പക്ഷെ ഒരു കാര്യം അവൾക്ക് ഉറപ്പായി, അവളുടെ മനസ്സ് ശാന്തമല്ല. അവൾ ഉറങ്ങാൻ ശ്രമിച്ചപ്പോൾ പോലും അവളുടെ ചിന്തകൾ അവനെ ചുറ്റിത്തിരിഞ്ഞു. അവൻ പറഞ്ഞത് ശരിയാണോ?
എനിക്ക് അയാളെ മാറ്റാൻ കഴിയുമോ? അവൾക്ക് അതിന് മറുപടിയില്ലായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റം അതിനകം തന്നെ ആരംഭിച്ചിരുന്നു. അത് അവളിൽ ഭയം നിറച്ചു. കാരണം അവൾക്കറിയാമായിരുന്നു മനസ്സ് മാറുന്നത് ഏറ്റവും വലിയ അപകടമാണെന്ന്. എന്നാൽ അവൾക്കറിയില്ലായിരുന്നു ആ മാറ്റം തന്നെയാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാകാൻ പോകുന്നത് എന്ന്. മീരയുടെ ദിവസങ്ങൾ പതിവ് പോലെ തന്നെ മുന്നോട്ടു പോകുമ്പോഴും അവളുടെ ഉള്ളിലെ ശാന്തത തകരാൻ തുടങ്ങിയിരുന്നു. അവൾക്കത് സമ്മതിക്കാൻ മനസ്സില്ലെങ്കിലും അവളുടെ ചിന്തകളിൽ ഒരു പുതിയ വ്യക്തിയുടെ സാന്നിധ്യം ഉറച്ചിരുന്നു. അവൻ ഓരോ ദിവസവും വരുന്നതും ഒന്നും നിർബന്ധിക്കാതെ അകലം പാലിച്ചുകൊണ്ട് അവളെ കാണുന്നതും അവളെ കൂടുതൽ കുഴയ്ക്കുകയായിരുന്നു. ഒരിക്കൽ അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. ഇതെന്തിനാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്? അവൾ അവനോട് നേരിട്ട് ചോദിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ആ ദിവസം അവൻ അവളെ കാണാൻ വന്നില്ല. അത് അവളെ ആശങ്കയിലാഴ്ത്തി. അവൾക്ക് തന്നെ മനസ്സിലാക്കാത്ത ഒരു ശൂന്യത അവളിൽ നിറഞ്ഞു. ആ ദിവസം മുഴുവൻ അവൾ അസ്വസ്ഥയായിരുന്നു. അവൾ ഓരോ വഴിയും നോക്കി, ഓരോ ശബ്ദത്തിലും തിരിഞ്ഞു നോക്കി. പക്ഷേ അവൻ വന്നില്ല. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു, എന്താ മോളെ, ഇന്നെന്തെങ്കിലും പ്രശ്നമുണ്ടോ? മീര മറുപടി പറയാതെയിരുന്നു. കാരണം അവൾക്ക് തന്നെ മനസ്സിലായില്ല എന്തിനാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന്. ഇത് ശരിയല്ല, അവൾ മനസ്സിൽ പറഞ്ഞു. ഞാൻ ഇതിൽ വീഴാൻ പാടില്ല. അവൾ ഉറച്ചു തീരുമാനിച്ചു. ഇനി അവനോട് സംസാരിക്കില്ല. അവൻ വന്നാലും ഞാൻ അവനെ അവഗണിക്കും. എനിക്ക് വീണ്ടും എന്റെ പഴയ നിലയിലേക്ക് തിരിച്ചു പോകണം. അത് മാത്രമാണ് എനിക്ക് നല്ലത്. പക്ഷെ അടുത്ത ദിവസം അവൻ വീണ്ടും അവിടെ നിന്നപ്പോൾ അവളുടെ തീരുമാനം ഒരു നിമിഷം കൊണ്ട് ദുർബലമായി. അവൾ അവനെ കാണാത്തതുപോലെ നടിച്ചു. അവൻ ഈ തവണയും ഒന്നും പറയാതെ നിന്നു. ആ നിശബ്ദത അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി. ഒടുവിൽ അവൾ തന്നെ നിന്നു. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അവൾ ചോദിച്ചു. അവൻ ശാന്തമായി പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നു. മീര അസഹനത്തോടെ അവനെ നോക്കി. ഇത് നിങ്ങൾക്ക് വെറും ഒരു കളിയാണോ? അവൻ തലയാട്ടി. ഒരിക്കലുമല്ല, ഇതെനിക്ക് കളിയല്ല. അവന്റെ ശബ്ദത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ മീരയുടെ കോപം അല്പം കുറഞ്ഞു. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അവൾ ചോദിച്ചു. അവൻ കുറച്ചുനേരം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, എനിക്കെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഒരിക്കലും സമാധാനമുണ്ടായിട്ടില്ല. ആ വാക്കുകൾ മീരയെ നിശബ്ദമാക്കി. അവൾ അവനെ ശ്രദ്ധിച്ചു. അവന്റെ കണ്ണുകളിൽ ഒളിഞ്ഞിരുന്ന ക്ഷീണം അവൾ കണ്ടു. പണമുണ്ടെങ്കിൽ എല്ലാം ലഭിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു, പക്ഷേ അത് തെറ്റായിരുന്നു. അവൻ തുടർന്നു, നിന്നെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, പണം കുറവുള്ളവർക്കാണ് ചിലപ്പോൾ സന്തോഷം കൂടുതലുള്ളത് എന്ന്. മീരയ്ക്ക് അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം അവൾക്ക് ആ വാക്കുകളിൽ ഒരു സത്യസന്ധത തോന്നി. എന്നാൽ അതേസമയം അവൾക്ക് ഭയവും തോന്നി. ഇത് എന്നെ ബാധിക്കരുത്, അവൾ സ്വയം പറഞ്ഞു. അവൾ ഒരു പടി പിന്നോട്ട് മാറി. എനിക്കിതൊന്നും കേൾക്കണ്ട, അവൾ പറഞ്ഞു. ശരി, നീ കേൾക്കണ്ട, പക്ഷെ ഞാൻ പറയും, അവൻ തുടർന്നു. അവൾക്ക് അവനെ കേൾക്കാതിരിക്കാനായില്ല. നീ എന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, അത് നിനക്ക് നിഷേധിക്കാനാവില്ല. ആ വാക്കുകൾ വീണ്ടും അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ തട്ടിയുണർത്തി. അവൾക്ക് അത് ഇഷ്ടമായില്ല. കാരണം അവൾക്ക് തന്റെ മനസ്സ് നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടായിരുന്നു. എനിക്ക് ആരെയും മാറ്റാനാവില്ല, അതിനുള്ള സമയവും എനിക്കില്ല, അവൾ ഒടുവിൽ പറഞ്ഞു. നിനക്ക് നിന്റെ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ, എത്ര പ്രയാസങ്ങളിലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ, അവൻ ചെറിയൊരു വിഷമത്തോടെ പറഞ്ഞു. അതെ, ഉണ്ട്, പക്ഷേ അത് എന്റെ ശീലമാണ്. അയാളുടെ മുഖത്ത് എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് അപ്പോൾ മീരയ്ക്ക് മനസ്സിലായി. ഒരാൾ അയാളുടെ വിഷമം പറയാൻ വരുമ്പോൾ കേൾക്കാതിരിക്കുന്നത് ശരിയാണോ എന്നവൾ സ്വയം ചോദിച്ചു. മീരയുടെ ഹൃദയം ഒരു നിമിഷം ആശങ്കയിലായി. അവൾക്ക് അവന്റെ വേദന മനസ്സിലാകാൻ തുടങ്ങി. പക്ഷെ അവൾ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇയാൾ വിഷമം അഭിനയിക്കുന്നതാണെങ്കിലോ എന്ന സംശയം അവളിലുണ്ടായി. എനിക്ക് പോകണം, അവൾ പറഞ്ഞു. അവൾ സൈക്കിളിൽ കയറി പോകാൻ ശ്രമിച്ചു. എന്നാൽ പോകുന്നതിന് മുമ്പ് അവൾ ഒരു നിമിഷം നിന്നു. അവന്റെ കണ്ണുകളിലേക്ക് വീണ്ടും നോക്കി. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അവൾ ചോദിച്ചു. അവൻ ആഴത്തിൽ ഒരു ശ്വാസം എടുത്തുവിട്ടു. ഒരു സന്തോഷകരമായ ജീവിതം. മീരയുടെ കണ്ണുകൾ അല്പം നനഞ്ഞു. കാരണം ആ വാക്കുകൾ അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. പക്ഷെ അവൾ ഉടനെ തന്നെ മുഖം തിരിച്ചു. അതിന് എന്റെ പുറകെ വന്നിട്ട് എന്താ കാര്യം? അവൾ ചോദിച്ചു. എന്നാൽ അവൾക്ക് തന്നെ അറിയാമായിരുന്നു അത് ഒരു അനാവശ്യ ചോദ്യമാണെന്ന്. അവൾ അവിടെ നിന്ന് പോയി. പക്ഷേ ഇത്തവണ അവൾക്ക് മനസ്സിലായി, അവൾ എത്ര ശ്രമിച്ചാലും ഈ ബന്ധം അവൾക്ക് അവഗണിക്കാൻ കഴിയുന്നില്ല എന്ന്. അത് ഇതിനകം അവളുടെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു. അതിനെ പുറത്താക്കാൻ അവൾക്ക് കഴിയുമോ എന്നത് തന്നെ ഇപ്പോൾ ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. അവൾ ആ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ
അവളുടെ ഹൃദയം ശാന്തമായിരുന്നില്ല. അവളുടെ ചിന്തകൾ അവന്റെ വാക്കുകളിൽ കുടുങ്ങിയിരുന്നു. ശൂന്യമായ ജീവിതം, സന്തോഷകരമായ ജീവിതം. ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾ കണ്ണുകൾ അടച്ചു. പക്ഷെ അവളുടെ മനസ്സ് തുറന്ന നിലയിൽ തന്നെ തുടരുകയായിരുന്നു. ഇത് അവളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റാൻ പോകുന്ന ഒന്നാണ്. എന്നാൽ അത് നല്ലതാണോ മോശമാണോ എന്നത് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾക്കറിയുന്നത് ഒരേ ഒരു കാര്യം മാത്രം: അയാൾ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ തേടുന്നു. അത് എന്നിൽ നിന്നും കിട്ടുമെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്താണത്? എന്താണ് ഞാൻ അയാൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? മീര തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവളുടെ ഉള്ളിലെ ആശയക്കുഴപ്പം കൂടുതൽ ശക്തമായി. അവൾക്ക് മുൻപത്തെ പോലെ വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഓരോ കാര്യത്തിലും സംശയം, ഒരു ചെറിയ ആശങ്ക. അത് അവൾക്ക് ഭയമായി മാറി. ഇത് ഞാനല്ല, അവൾ പലവട്ടം മനസ്സിൽ പറഞ്ഞു. എന്നാൽ അവളുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റം അവൾക്ക് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. ആ ദിവസങ്ങളിൽ അവൻ മുൻപത്തെ പോലെ അവളുടെ മുന്നിൽ വരികയോ സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. അവന്റെ അകലം തന്നെ മീരയെ കൂടുതൽ അലട്ടാൻ തുടങ്ങി. അവൻ എന്തിനാണ് പെട്ടെന്ന് മാറിയത് എന്ന ചോദ്യത്തിന് അവൾക്ക് മറുപടി കിട്ടിയില്ല. പക്ഷെ ആ ചോദ്യം അവളുടെ മനസ്സിൽ സ്ഥിരമായി നിന്നു. ഒരു ദിവസം അവൾ പാൽ വിതരണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഗ്രാമത്തിന്റെ അറ്റത്ത് ചെറിയൊരു തിരക്ക് കണ്ടു. ചില ആളുകൾ ഒത്തുകൂടി എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. മീര അവിടെ എത്തി നോക്കിയപ്പോൾ ഒരു പഴയ വീട് അകത്തുനിന്ന് തകർന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്ന വയോധിക ദമ്പതികൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. ആ സമയത്ത് അവൾ അവനെ കണ്ടു. അവൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരോടും ഒന്നും പറയുന്നില്ല. ശബ്ദമില്ലാതെ ചില ആളുകളോടൊപ്പം ചേർന്ന് ആ വീടിന്റെ മേൽക്കൂര പണിയാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. മീര അത് കണ്ടപ്പോൾ ഒരു നിമിഷം അവളുടെ ശ്വാസം നിന്നതുപോലെ തോന്നി. അവൾ ഇതുവരെ കണ്ടിരുന്ന ആളിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു പുതിയ മുഖമായിരുന്നു. ഇത് എന്നെ കാണിക്കാൻ വേണ്ടിയായിരിക്കുമോ എന്ന സംശയം അവളുടെ മനസ്സിൽ വന്നു. പക്ഷെ അവൻ ഒരിക്കലും അവളെ നോക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അവിടെ ഉണ്ടെന്ന് പോലും അവൻ അറിയില്ല. അതാണ് അവളെ കൂടുതൽ അലട്ടിയത്. അവൾ നിശബ്ദമായി അവിടെ നിന്ന് മാറി. പക്ഷെ അവളുടെ മനസ്സിൽ ആ കാഴ്ച വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. ആ രാത്രി അവൾക്ക് മുമ്പുണ്ടായിരുന്ന ഉറച്ച വിശ്വാസങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന പോലെ തോന്നി. പണമുള്ളവർക്ക് നല്ല മനസ്സുണ്ടാവണമെന്നില്ല എന്ന അവളുടെ ധാരണ, സഹായം എപ്പോഴും ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന അവളുടെ വിശ്വാസം, എല്ലാം തകർന്നു പോകുന്ന പോലെ. അവൾക്ക് അത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അവൾ കണ്ടത് അവഗണിക്കാനും അവൾക്ക് കഴിഞ്ഞില്ല. അടുത്ത ദിവസം അവൾ ഒരു തീരുമാനമെടുത്തു. ഇന്ന് ഞാൻ എന്തായാലും അവനോട് സംസാരിക്കും. അവൾ അവനെ തേടിപ്പോയി. പക്ഷേ ഇത്തവണ അവൾക്ക് അവനെ കണ്ടെത്താൻ കുറച്ച് സമയമെടുത്തു. ഒടുവിൽ അവൾ അവനെ ഗ്രാമത്തിന്റെ പുറത്തുള്ള ഒരു ചെറിയ പാതയിൽ വെച്ച് കണ്ടു. അവൻ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു, എന്തോ ആലോചിക്കുന്ന പോലെ. മീര അവന്റെ മുന്നിലേക്ക് നടന്നു. അവൻ അവളെ കണ്ടപ്പോൾ അമ്പരന്നു. നീ ഇവിടെ? അവൻ ചോദിച്ചു. മീര നേരെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവൾ ചോദിച്ചു. അവനൊന്നും മനസ്സിലായില്ല എന്ന പോലെ അവളെ നോക്കി. എന്ത്? ആ വീട്ടിൽ ഇന്നലെ ഞാനെല്ലാം കണ്ടിരുന്നു, അവൾ പറഞ്ഞു. അവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ ശാന്തമായി പറഞ്ഞു, അവർക്കത് വേണ്ടിയിരുന്നു, അതുകൊണ്ട് ഞാൻ സഹായിച്ചു. മീരയ്ക്ക് ആ മറുപടി മതിയായില്ല. നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വരുന്നത്? അവൾ വീണ്ടും ചോദിച്ചു. അവൻ ആഴത്തിൽ ശ്വാസമെടുത്തു വിട്ടു. ഞാൻ ആരാണെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഞാൻ എന്തിനാണ് ഇവിടെ വരുന്നത് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ആ വാക്കുകൾ അവളെ വീണ്ടും നിശബ്ദയാക്കി. അവൻ തുടർന്നു. ഞാൻ യോഗേഷ്, പേരുപോലെ തന്നെ നല്ല യോഗമുള്ള ഒരാൾ. ഇട്ടുമൂടാവുന്നത്ര സ്വത്ത്, ചുറ്റിനും സഹായികൾ, ജോലിക്കാർ. പക്ഷേ അവനൊന്ന് നിർത്തി. അവന്റെ ശബ്ദത്തിൽ ഒരു വേദനയുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ മീരയുടെ ഉള്ളിൽ എന്തൊക്കെയോ മിന്നിമറഞ്ഞു. പക്ഷെ അവൾ അപ്പോഴും ജാഗ്രതയിലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്? അവൾ ചോദിച്ചു. അവൻ അവളെ ഒന്ന് നോക്കി. എന്നെ തന്നെ. ആ മറുപടി മീരയുടെ ഹൃദയത്തിൽ ആഴത്തിൽ തട്ടി. കാരണം അവൾക്കത് മനസ്സിലായി. ഓരോ ദിവസവും അവൾക്കും അതേ പോരാട്ടമാണ്. അവൾ ആരാണെന്ന് കണ്ടെത്തുക. അവൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, നിങ്ങൾക്കത് ഇവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഇവിടെ എനിക്കതിന് ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നത് അവളെ കുറിച്ചാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ ഹൃദയം അല്പം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ആ നിശബ്ദ നിമിഷം ഇരുവരും തമ്മിൽ ഒരു ബന്ധം രൂപപ്പെട്ടു. വാക്കുകൾക്കുമപ്പുറം മീര ഒടുവിൽ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയാൽ നിങ്ങൾ പോകുമോ? അവൻ കുറച്ചുനേരം ചിന്തിച്ചു. പിന്നെ പറഞ്ഞു, അറിയില്ല.
ചിലപ്പോൾ അത് ജീവിതകാലം മുഴുവൻ വേണമെന്ന് തോന്നിയാൽ എനിക്ക് ഇവിടെ നിന്ന് പോവാനാവില്ലല്ലോ. ആ മറുപടി മീരയെ ഭയപ്പെടുത്തി. കാരണം അവൾക്കറിയില്ലായിരുന്നു യോഗേഷ് തന്നിൽ നിന്നും എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന്, അത് കൊടുക്കാൻ തനിക്കാവുമോ എന്ന്. ഒരു കാര്യം മാത്രം അവൾക്ക് മനസ്സിലായി. അവളുടെ ചിന്തകൾ ഇപ്പോൾ അവളുടെ നിയന്ത്രണത്തിലല്ല. അത് കുറച്ചു കുറച്ചായി അവന്റെ ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അത് തടയാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ അവൾക്കതിന് കഴിയുന്നില്ല. അയാളാണോ താനാണോ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന സംശയം അവളിൽ ഉറച്ചു. മീരയുടെ ഉള്ളിൽ പൊങ്ങുന്ന ആശയക്കുഴപ്പം ഇനി അവൾക്ക് ഒളിപ്പിക്കാനാവാത്ത അവസ്ഥയിലെത്തിയിരുന്നു. അവൾ എത്ര ശ്രമിച്ചാലും യോഗേഷിന്റെ സാന്നിധ്യം അവളുടെ ചിന്തകളിൽ നിന്ന് അകന്നു പോകുന്നില്ലായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവളെ അലട്ടിയത് മറ്റൊന്നായിരുന്നു. ഇത് എന്റെ ജീവിതം തകർക്കുമോ എന്ന ഭയം. ഒരു തെറ്റായ തീരുമാനം അവളുടെ അമ്മയുടെ ജീവിതത്തെയും ബാധിക്കുമെന്നറിയാവുന്ന അവൾക്ക് ഇനി ഇങ്ങനെ ആശയക്കുഴപ്പത്തിൽ ജീവിക്കാൻ കഴിയില്ലെന്നുറപ്പായി. അതുകൊണ്ട് തന്നെ അവൾ ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തി. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ പാൽ വിതരണം ചെയ്ത ശേഷം അവൾ നേരെ യോഗേഷിനെ കാണാൻ പോയി. അവൻ പതിവായി നിൽക്കുന്ന ആ വഴിയരികിൽ. അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവളുടെ വരവ് കാത്തു നിൽക്കുന്നത് പോലെ. മീര അവന്റെ മുന്നിൽ എത്തി നിന്നു. ഒരു നിമിഷം വാക്കുകൾ വരാതെ നിന്ന അവൾ ഒടുവിൽ തന്റെ മനസ്സുറപ്പിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ യോഗേഷിന്റെ കണ്ണുകളിൽ ഒരു പ്രകാശം തെളിഞ്ഞു. പക്ഷേ എന്റെ ജീവിതം നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ എന്റെ വീട്ടിലേക്ക്? ഒരു സംശയവുമില്ലാതെ വരും എന്നൊരു മറുപടി മാത്രം പറഞ്ഞ് അവൻ അവളോടൊപ്പം നടന്നു. അവർ എത്തിയത് ഒരു പഴകിയ ചെറിയ വീടിന്റെ മുന്നിലാണ്. ചുവരുകൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു, മേൽക്കൂര ചാഞ്ഞിരിക്കുന്നു. അകത്ത് കയറുമ്പോൾ മരുന്നിന്റെ മണം നിറഞ്ഞ ഒരു മുറി. ഒരു കോണിൽ അവളുടെ അമ്മ ക്ഷീണിച്ച ശരീരത്തോടെ കിടക്കുന്നു. ആ കാഴ്ച മുഴുവൻ ശാന്തമായി നോക്കി നിന്ന യോഗേഷിന്റെ മുന്നിൽ മീര പതുക്കെ പറഞ്ഞു, ഇതാണ് എന്റെ ജീവിതം. ഇവിടെ നിന്നാണ് ഞാൻ ഓരോ ദിവസവും പോരാടുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കഴിയാൻ നിങ്ങൾക്കാവുമോ? ആ ചോദ്യം വായുവിൽ നിൽക്കുമ്പോൾ മറുപടി പറയാതെ യോഗേഷ് ഫോൺ എടുത്തു. ആരെയൊക്കെയോ വിളിച്ചു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന മീരയുടെ ചോദ്യത്തിന് അവൻ കർശനമായി, നീയൊന്ന് കാത്തിരിക്കേ, ഞാൻ പറയുന്നത് മാത്രം ചെയ്യേ എന്ന് പറഞ്ഞു. ആ ശബ്ദത്തിൽ അവൾ മിണ്ടാതായി. കുറച്ചു നിമിഷങ്ങൾക്കകം ഒരു ആംബുലൻസ് എത്തി. അമ്മയെ ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ മീര തടയാൻ ശ്രമിച്ചെങ്കിലും, നീ തടയരുത്, ഇനി നീ ഒന്നും പറയരുത് എന്ന അവന്റെ ഉറച്ച വാക്കുകൾക്ക് മുന്നിൽ അവൾ ആദ്യമായി കീഴടങ്ങി. ആശുപത്രിയിലെ ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ചികിത്സ, മരുന്നുകൾ, പരിചരണം എല്ലാം യോഗേഷ് ശാന്തമായി കൈകാര്യം ചെയ്തു. ഒരു വിശദീകരണവുമില്ലാതെ, ഒരു പ്രതിഫലവും ചോദിക്കാതെ. കുറച്ചു നാളുകൾക്കുള്ളിൽ അമ്മയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു. ഇനി ഭയമൊന്നുമില്ല എന്ന ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ യോഗേഷിനെ നോക്കി, നന്ദി പറയാൻ പോലും വാക്കുകളില്ലാതെ. അതിനുശേഷം അവൻ അവളെയും അമ്മയെയും കൊണ്ടുപോയത് ഒരു പ്രശാന്ത സുന്ദരമായ സ്ഥലത്തേക്കായിരുന്നു. പച്ചപ്പിനിടയിൽ നിൽക്കുന്ന ഒരു മനോഹരമായ വീട്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയത്. അതിന്റെ അടുത്ത് ഒരു വലിയൊരു തൊഴുത്ത്, അതിൽ നിറയെ പശുക്കൾ, അവരെ നോക്കാൻ ആളുകൾ, എല്ലാം ക്രമമായി. ആ കാഴ്ച മുഴുവൻ കണ്ടു നിൽക്കുന്ന മീരയുടെ കണ്ണുകളിൽ അമ്പരപ്പും കണ്ണീരും ഒന്നായി നിറഞ്ഞു. ആ സമയത്ത് യോഗേഷ് അവളുടെ അടുത്തേക്ക് നടന്നുവന്ന് ശാന്തമായി പറഞ്ഞു, നിന്റെ സാഹചര്യം മാറ്റാൻ പണം മാത്രം മതിയാവും. അത് വേണ്ടുവോളം എന്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടത് പണമല്ല, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളാണ്. അത് നീ മാത്രമാണ്. നിന്റെ ആത്മാർത്ഥതയും സ്നേഹവും എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഞാൻ തേടി നടന്ന സ്നേഹം നീയാണ്. നിന്റെ പ്രശ്നം നീ എന്നോട് പറഞ്ഞു, ഞാനത് പരിഹരിച്ചു. ഇനി എന്റെ പ്രശ്നം പരിഹരിക്കാൻ നിനക്കാവുമോ? ആ ചോദ്യം മീരയുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. അവൻ ചെയ്തതെല്ലാം അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു. ഒരു വാക്ക് പോലും ചോദിക്കാതെ, അവളുടെ ആത്മാഭിമാനം തകർക്കാതെ, അവളുടെ ജീവിതം തന്നെ ഉയർത്തിയ അവൻ അത് കണ്ടില്ലെന്ന് നടിക്കാൻ അവൾക്കായില്ല. അവൾ പതുക്കെ പറഞ്ഞു, എന്റെ പ്രശ്നം വലിയതാണെന്നാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രശ്നം, അത് എന്റെ പ്രശ്നത്തെക്കാൾ എത്രയോ എത്രയോ വലുതാണ്. നിങ്ങൾക്ക് വേണ്ടത് സ്നേഹിക്കുന്ന ഒരു മനസ്സാണ്. ആ സ്നേഹം എന്റെ മനസ്സിൽ വേണ്ടുവോളമുണ്ട്. പക്ഷേ ഒരു കാര്യം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ പണം കണ്ടല്ല, നിങ്ങളുടെ നല്ല മനസ്സ് കണ്ടിട്ടാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ യോഗേഷിന്റെ മുഖത്ത് ഒരു ശാന്തമായ പുഞ്ചിരി വിരിഞ്ഞു. ആ നിമിഷം വാക്കുകൾക്കപ്പുറം ഒരു ബന്ധം അവരുടെ ഇടയിൽ ഉറപ്പായി. മീര ആദ്യമായി ഭയമില്ലാതെ പുഞ്ചിരിച്ചു. പച്ചപ്പിനിടയിൽ കാറ്റിന്റെ മൃദുവായ ശബ്ദത്തിൽ അവരുടെ പുതിയ ജീവിതം
നിശബ്ദമായി അവിടെ ആരംഭിച്ചു. സ്നേഹം പണം കൊണ്ട് വാങ്ങാൻ കഴിയില്ല, പക്ഷെ സത്യസന്ധമായ ഹൃദയം കൊണ്ട് അത് നേടാനാകും.